ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്കുള്ള കോമണേഴ്സ് എൻട്രി ബന്ധപ്പെട്ട് നടത്തുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാം അടുത്ത മാസം 10-ാം തീയതി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യുന്ന കോമണേഴ്സ് കണ്ടസ്റ്റൻസിന്റെ ആദ്യഘട്ട ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാം ഘട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ ഓഡീഷനും മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 22 സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ പ്രാവശ്യം സെലിബ്രിറ്റീസ് വേഴ്സസ് കോമണേഴ്സ് ആയിരിക്കും ഈ പറയുന്ന പ്രോഗ്രാമിന്റെ തീം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു സീസണിൽ വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടെ ഇടം പിടിച്ചിട്ടുള്ള ഇതിനു മുമ്പത്തെ പല സീസണുകളിലും വിളിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് ഏറ്റവും കൂടുതൽ വരാനായിട്ട് സാധ്യതയുള്ള ഒന്നാമത്തെ കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ഉപ്പും മുളകിലെ ബാലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന ബിജു സൗബാനം. ബിജു സൗബാനം ഒത്തിരി സീസണുകളിൽ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ബിജു സൗബാനം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയൽ താരമായിട്ടുള്ള ഐശ്വര്യ റംസായി. ഐശ്വര്യ റംസായും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും അധികം പങ്കെടുക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ്. അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് പറയുന്നത് ഇന്റർവ്യൂവറും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒത്തിരി കണ്ടസ്റ്റൻസിനെ ഇന്റർവ്യൂ ചെയ്ത ഒരു വ്യക്തിയായിട്ടുള്ള റോഹൻ ലോണ. ആളൊരു സോഷ്യൽ മീഡിയ ഇന്റർവ്യൂവർ ആണ്. ഈ പറയുന്ന പോലെ റോഹൻ ലോണയും ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള വ്യക്തിയാണ്. അടുത്തതായിട്ട് നാലാമത്തെ പേര് സിദ്ധാർത്ഥ് പ്രഭു. നമ്മുടെ ഉപ്പും മുളകും തട്ടിയും മുട്ടിയും സീരിയൽ ഫെയിം ആണ്. ഈ പറയുന്ന പോലെ സിദ്ധാർത്ഥ് പ്രഭുവിനെ ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചു ഏറ്റവും അവസാനം പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തിയൊക്കെയാണ് സിദ്ധാർത്ഥ് പ്രഭു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിലെ സീരിയൽ ഫെയിം ആയിട്ടുള്ള അവന്തിക മോഹൻ. അവന്തിക മോഹൻ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആണ്. പുള്ളിക്കാരത്തെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ആറാമത്തെ പേര് LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജാസി ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഏഴാമത്തെ പേര് പറയുന്നത് ഹംഗ്രി മഹി. ഒരു ഫുഡ് ബ്ലോഗർ ആണ്. ഈ പറയുന്ന പോലെ നമ്മുടെ കോമഡി കുക്സിലൊക്കെ ഉണ്ട് ഏഷ്യാനെറ്റിൽ, അതിൽ നിന്ന് സെലക്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹംഗ്രി മഹി ഈ പ്രാവശ്യം, ഈ പുള്ളിയുടെ യഥാർത്ഥ പേര് മഹി എന്നാണെന്ന് തോന്നുന്നു, ഈ പറയുന്ന പോലെ ഇയാളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് എട്ടാമത്തെ പേര് ആലീസ് ക്രിസ്റ്റി. ഈ പറയുന്ന പോലെ ഒത്തിരി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ കൃത്യമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം സജീവമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ആലീസ് ക്രിസ്റ്റി. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഒൻപതാമത്തെ പേര് ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ കുക്ക് വിത്ത് കോമഡിയിലെ ആങ്കർ ആയിട്ടുള്ള ശീതൾ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഉടൻപണത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശീതൾ. ഈ പ്രാവശ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് പത്താമത്തെ പേര് അനില. ഒരു ഡാൻസർ ആണ്. ഈ പറയുന്ന ഡാൻസർ മേഖല എന്നൊക്കെ ഒത്തിരി പേര് വരാറുണ്ടല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം അനില നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായിട്ട് 11ാമത്തെ പേര് പറയുന്നത് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളിലും ഒരു സജീവ സാന്നിധ്യമായിരുന്നു ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ ഏകദേശം കൺഫേം ആയിട്ടുള്ള ഒരു പേര് കൂടിയാണ്. അടുത്തതായിട്ട് 12ാമത്തെ പേര് ഞാൻ പറയുന്നത് റോഷൻ ബഷീർ. നമുക്കറിയാം ഈ പറയുന്ന മലയാളം മൂവിയിൽ തന്നെ ലാലേട്ടന്റെ ദൃശ്യം, ആ ഒരു സിനിമയിലെ വരുൺ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ മലയാളത്തിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു ആക്ടറാണ് ഈ പറയുന്ന റോഷൻ ബഷീർ. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് 13ാമത്തെ പേര് ഞാൻ പറയുന്നത് രേഖ രതീഷ്. ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയൽ ഫെയിം ആണ്. പുള്ളിക്കാരത്തി ഒരുപാട് കോൺട്രവേഴ്സി ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേഖ രതീഷും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് 14ാമത്തെ പേര് അഖിൽ NRD. നമ്മുടെ സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള അഖിൽ NRD അറിയാത്തതായിട്ട് അധികം ആരും ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രാവശ്യം അഖിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പേരാണ്. അടുത്തതായിട്ട് 15ാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ കൊല്ലം സുധിച്ചേട്ടന്റെ മകനായിട്ടുള്ള രാഹുൽ സുധി, അതായത് രാഹുൽ ദാസ് എന്ന കിച്ചു സുധി. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്.
ദെൻ അടുത്തതായിട്ട് 16ാമത്തെ പേര് ഞാൻ പറയുന്നത് ഗോവിന്ദ് പത്മസൂര്യ. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. JP എന്ന് വിളിപ്പേരുള്ള ഗോവിന്ദ് പത്മസൂര്യ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അല്ലു അർജുനോടൊപ്പം അല്ലു വൈകുണ്ഠാപുരത്ത് എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തതായിട്ട് 17ാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ബീന ആന്റണി, ഒരു സീനിയർ ആക്ട്രസ് ആണ്. ബീന ആന്റണി ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 18ാമത്തെ പേര് ഈ പറയുന്ന പോലെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന NDA സ്ഥാനാർത്ഥിയായിട്ട് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ചക്ക എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച അഞ്ജലി നായർ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഈ പ്രാവശ്യം NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മറ്റൊരു കാൻഡിഡേറ്റ് ആണ് ഏഷ്യാനെറ്റിലെ പരസ്പരം സീരിയലിൽ സൂരജ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത് ഒത്തിരി ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് വിവേക് ഗോപൻ. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. ദെൻ അടുത്തതായിട്ട് 20ാമത്തെ പേര് പറയുന്നത് ഒരുപാട് കോമഡി പ്രോഗ്രാമുകളിലും ഒരുപാട് സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അനീഷ് രവി, ഒരു സീനിയർ ആക്ടറാണ്. അനീഷ് രവി ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 21ാമത്തെ പേര് അപർണ തോമസ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അപർണ തോമസും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 22ാമത് ഏറ്റവും അവസാനം പറയുന്ന പേര് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ. ഈ കഴിഞ്ഞ സീസണിൽ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ദീപക് മോഹൻ. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏകദേശം 22ഓളം വരുന്ന കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 22 പേരും ബിഗ് ബോസിൽ പങ്കെടുക്കുമെന്നല്ല, ഈ കഴിഞ്ഞ ഒരുപാട് സീസണുകളിൽ വിളിച്ചിട്ടുള്ള പല വ്യക്തികളുമാണ് ഈ ഒരു 22 പേരും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 8 അവർ കണ്ടസ്റ്റൻസിനെ തപ്പുന്ന സമയത്ത് അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള വ്യക്തികൾ കൂടി ആയിരിക്കും ഇവരെല്ലാവരും. അപ്പോൾ ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 6-ാം തീയതിയാണ്. ഈ പറയുന്ന പോലെ ഓഗസ്റ്റ് 10-ാം തീയതി ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണേഴ്സ് എൻട്രി ബന്ധപ്പെട്ട് വരുന്ന അഗ്നിപരീക്ഷ വരുമെങ്കിൽ ഏകദേശം ഒരു ഓഗസ്റ്റ് 25-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന അഗ്നിപരീക്ഷ തീരാനായിട്ടും സാധ്യതയുണ്ട്. വീക്കെൻഡ് എപ്പിസോഡുകളായിട്ട് ഏഷ്യാനെറ്റിൽ തന്നെ ആയിരിക്കും സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിൽ നിന്ന് സെലക്ഷൻ കിട്ടി വരുന്ന കണ്ടസ്റ്റൻസിന് ഈ പറയുന്ന സെപ്റ്റംബർ 6-ാം തീയതി ബിഗ് ബോസ് മലയാളം സീസൺ 8 കോമണേഴ്സ് ആയിട്ട് ഡയറക്റ്റ് സെലക്ഷനും കിട്ടുന്നതായിരിക്കും. ഏകദേശം 5 കോമണേഴ്സ് ആയിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാവുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ പറയുന്ന 3 കണ്ടസ്റ്റൻസിനെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലും 2-3 കണ്ടസ്റ്റൻസിനെ ജഡ്ജസ് ആയിട്ട് സെലക്ട് ചെയ്തായിരിക്കും കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസിലേക്ക് അയക്കാനായിട്ട് പോകുന്നത്. ഈ പ്രാവശ്യം വ്യത്യസ്തമായിട്ടുള്ള ടീമുകളാണ് ബിഗ് ബോസിൽ കണ്ടക്ട് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സ്പോൺസേഴ്സ് ആണ്. അടിമുടി മാറ്റത്തോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം സെപ്റ്റംബർ 6-ാം തീയതിക്ക് വേണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്